നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എൻ്റെ കരിയറിൽ എനിക്ക് ഖേദം തോന്നുന്നൊരു കാര്യമുണ്ട്. അത് അന്ന് ഫ്ലോറന്റിനോ പെരസ് എന്നോട് പറഞ്ഞത് ഞാൻ കേട്ടില്ല എന്നുള്ളതാണ്. പറയുന്നത് ഹോസെ മൊറീഞ്ഞോയാണ്. അദ്ദേഹം റയൽ മാഡ്രിഡിൻ്റെ കോച്ചായിരുന്നല്ലോ. അപ്പോൾ ആ ഘട്ടത്തിലുള്ള ചില സംഭവങ്ങൾ അദ്ദേഹം തുറന്നു പറയുകയാണ്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മറുപടി കൊറിയറോ ഡെല്ലാ സ്പോർട്ടിന് കൊടുത്തിട്ടുള്ള ചോദ്യത്തിൻ്റെ മറുപടിയാണത്. അദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്താണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഖേദമുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, നമുക്ക് കളികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ റിഗ്രറ്റ് ഉണ്ട്. കാരണം ഒരു മത്സരം പരാജയപ്പെടുമ്പോൾ എനിക്ക് തോന്നാറുള്ളത് നമുക്ക് വ്യത്യസ്തമായ രൂപത്തിൽ ചെയ്യാമായിരുന്നല്ലോ എന്നാണ്. സോ അങ്ങനെ പല മത്സരങ്ങൾ ഞാൻ തോറ്റിട്ടുണ്ട്. ആ കളികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് റിഗ്രറ്റ് ഉണ്ട്. പക്ഷേ ഇനി പ്രൊഫഷണൽ ഓപ്ഷൻസിൻ്റെ കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ, കരിയറുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ, ഒരിക്കൽ ഫ്ലോറന്റിനോ പെരസിൻ്റെ പ്രപ്പോസൽ ഞാൻ നിരസിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, "മൗ, ഡോണ്ട് ലീവ് നൗ. ഇപ്പോൾ ക്ലബ്ബ് വിട്ട് പോകരുത്. നിങ്ങൾ ഓൾറെഡി ഡിഫിക്കൽട്ടായിട്ടുള്ള ഭാഗം തരണം ചെയ്ത് കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്നത് നല്ല കാലമാണ്" എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് ഞാൻ ആ, ചിന്തിച്ചത് അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ അത് അവിടെ തുടരുക എന്നുള്ളതാണ് റൈറ്റ് ഡിസിഷനും എന്നറിയാം. എന്നിട്ടും അന്ന് ഞാൻ ചിന്തിച്ചത്, 3 വർഷക്കാലം ഞാൻ സ്പെയിനിൽ ചിലവഴിച്ചു. ഒരുപാട് ബുദ്ധിമുട്ടി. ഇനി എനിക്ക് തിരിച്ച് ചെൽസിയിൽ പോകണം എന്നാണ് അന്ന് എനിക്ക് തോന്നിയത്. അതൊരു ഇമോഷണൽ ചോയ്സ് ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഘട്ടത്തിൽ അദ്ദേഹത്തെ മാറ്റി പിന്നീട് അവരുടെ കോച്ചായിട്ട് റയൽ മാഡ്രിഡിൻ്റെ കോച്ചായിട്ട് വന്നത് കാർലോ ആഞ്ചലോട്ടി ആയിരുന്നു. ഹോസെ മൊറീഞ്ഞോ അവരുടെ കോച്ചായിരുന്ന 2010 മുതൽ 2013 വരെയുള്ള കാലഘട്ടത്തിൽ ലാലിഗയിൽ മുത്തമിട്ടിട്ടുണ്ട് ക്ലബ്ബ്. 2011-12 കോപ്പ ഡെൽ റേയിൽ മുത്തമിട്ടു 2010-11 സീസണിൽ. സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിട്ടു 2012. പക്ഷേ അദ്ദേഹത്തിന് ആ സമയത്ത് അവിടം വിട്ട് പോകാനാണ് തോന്നിയത്. അന്ന് റയലിൽ തുടർന്നിരുന്നെങ്കിൽ, ഫ്ലോറന്റിനോ പെരസ് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ അതായിരുന്നു ശരിയായ തീരുമാനം. കേൾക്കുക, അത് കേട്ട് അവിടെ തന്നെ തുടരുക എന്നതായിരുന്നു ശരിയായ എടുക്കേണ്ടിയിരുന്ന തീരുമാനം എന്ന് ഇപ്പോൾ ഹോസെ മൊറീഞ്ഞോ തുറന്നു പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.